ആ 2000 പേരിൽ ഇവർ ഈ പറയുന്ന കണക്കിൽപ്പെടാത്ത മുഴുവൻ ആളുകളും അറബിക്കടലിലെത്തി. അതെന്താ കാര്യം വെച്ചാല് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെ ഒരു ബോഡി താഴേക്ക് എത്തണമെങ്കിൽ ഒരു 100 കല്ലിന്റെ മുകളിലെങ്കിലും കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടല്ലാതെ താഴെ എത്താൻ പറ്റില്ല. ആ അടിയിലാണ് ഈ ശരീരങ്ങൾ മുഴുവൻ കഷ്ണം മുറിഞ്ഞു പോയിട്ടുള്ളത്. ആ കഷ്ണം മുറിഞ്ഞു പോയ ഭാഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞ് കിടന്നിരുന്നതാണ് ഇപ്പോ ഈ രക്ഷാദൗത്യ സംഘത്തിന് കൈ കിട്ടിയ കഷ്ണങ്ങൾ. അത് ഒരു ബോഡിയും നേരെ കിട്ടിയിട്ടില്ലല്ലോ, ഒക്കെ കഷ്ണങ്ങളല്ലേ കിട്ടിയത്. ഈ മുകളിൽ മുണ്ടക്കൈ ഭാഗത്ത് പൊട്ടിയതൊക്കെ തന്നെ സൂചിപ്പാറ വഴിയാണോ വന്നത്? സൂചിപ്പാറ വഴി അറബിക്കടലിലെത്തുക അല്ലാതെ വേറെ വഴിയില്ല, വേറെ എങ്ങോട്ടും പോകില്ല. എവിടെയെങ്കിലും തട്ടി നിൽക്കുന്ന കഷ്ണങ്ങളോ ബോഡികളോ മാത്രമേ ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതും 2-3 ദിവസം കഴിഞ്ഞിട്ടില്ലേ കിട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ. ആദ്യമൊന്നും അവിടെ നിന്ന് തപ്പാൻ പോയിട്ടില്ലല്ലോ. ഈ പറഞ്ഞ പോത്തുകല്ലിലും പോത്തുകല്ല് പിറ്റേ ദിവസം രാവിലെ 6:45 ആദ്യത്തെ ബോഡി കിട്ടിയിട്ടുണ്ട്. അവിടെ മുതലാണ് തുടങ്ങുന്നത്. രാത്രി തന്നെ ഒഴുകിപ്പോയത് കുതിച്ചു പായിരുന്നല്ലോ ആ സമയത്ത്. ആണ്. അത് മുഴുവൻ അറബിക്കടലിലെത്തും. തടഞ്ഞു നിൽക്കാത്ത ബോഡി മുഴുവൻ അറബിക്കടലിലെത്തും. മണ്ണിനിടയിൽ പെട്ടവർ അവിടെ കിടന്നിട്ടുണ്ടാവും. മണ്ണിനിടയിൽ പെടാതെ പോയത്, മണ്ണിനോടൊപ്പം ഒലിച്ചു പോയ ബോഡികൾ മുഴുവൻ അറബിക്കടലിലെത്തി. ഇതാണ് സംഭവം. മനുഷ്യരുടെ ജീവൻ അധികം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴാണല്ലോ ഇവരുടെ രക്ഷാ ദൗത്യം ഭംഗിയായി നടന്നു തെളിയുക. ഒരു പിണ്ണാക്ക് രക്ഷാകർഷവുമില്ല. മരിച്ചവരുടെ ബോഡി അല്ലാതെ ജീവനോടെ എടുക്കാൻ ആരെയും ഇവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടുണ്ടോ? ഇല്ല. തലേ ദിവസം നാട്ടുകാർ മാറ്റിപ്പാർപ്പിച്ചതല്ലാതെ സർക്കാർ മാറ്റിപ്പാർപ്പിച്ചത് വല്ലതും ഉണ്ടോ അവിടെ? നമസ്കാരം. മേപ്പാടി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം എത്ര എന്നുള്ള ചോദ്യത്തിന് നമ്മൾക്ക് ഓരോ ദിവസവും വിചിത്രമായ കണക്കുമായിട്ടാണ് ഗവൺമെൻറ് എത്തുന്നത്. അവിടെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കണക്കൊന്നുമില്ലെങ്കിൽ പോലും മുണ്ടക്കൈയിൽ 1800ഓളം വോട്ടുകളുണ്ട്. 815 വോട്ടുകൾ കൂടാതെ കുട്ടികളടക്കം കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 1350 വോട്ടുകൾ, 500 വോട്ട്, 530 കുട്ടികൾ, 18 വയസ്സ് വരെയുള്ള കുട്ടികൾ കണക്കെടുത്താൽ 530 പേരും കൂടി കൂട്ടുമ്പോൾ ഏകദേശം 1250 പേരായി, 1300ഓളം പേരായിട്ട് മാറും. കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു 750 പേര് ഹോം സ്റ്റേ താമസിക്കുന്ന, അനധികൃതമായ ഹോം സ്റ്റേ ഉള്ള സ്ഥലമാണ് അവിടെ, അനധികൃത വീടുകളുള്ള സ്ഥലമാണ് അവിടെ. ഏകദേശം 430ഓളം വീടുകളുണ്ടെന്നുള്ള കണക്ക് മാത്രമേ ഗവൺമെൻറ് കണക്കിൽ പറയുന്നുള്ളൂ. ആ 430 പ്ലസ് ഒരു 100 വീടുകൾ വേറെയുണ്ട്, 500-550 വീടുകൾ അവിടെയുണ്ടെന്നുള്ള കണക്കാണ് വന്നത്. കൂടാതെ ഹോം സ്റ്റേ എന്ന് പറയുന്നത് നമുക്കൊന്നും അറിയില്ല, എത്രയോ 2000-3000 രൂപ വെച്ച് ഹോം സ്റ്റേക്ക് വരുന്നത്. ഇതിനെക്കുറിച്ച് പി.ടി. ജോൺ, വയനാടിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള പി.ടി. ജോൺ സാമൂഹ്യ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകൻ, കർഷക നേതാവാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഈ ബോഡിയെല്ലാം ഒഴുകിപ്പോയി, ഒറ്റയടിക്ക് ഒഴുകിപ്പോയി കടലിലെത്തി. ആയിരക്കണക്കിന് ബോഡികൾ, ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കടലിലെത്തിപ്പോയി, കണക്കും കാര്യമില്ല. എന്നിട്ട് ഇരുട്ടിൽ തപ്പുകയാണ് പിണറായി. എന്തുകൊണ്ടാണ് പിണറായി കാണിക്കുന്നത് വെച്ചാൽ അത് വലിയ ദുരന്തമല്ല എന്ന് പിണറായി സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. കാരണം അവിടെയുള്ള പ്രകൃതി ദുരന്തത്തിന് കാരണമായിട്ടുള്ള വസ്തുതകളെല്ലാം തുറന്നു കാണിക്കേണ്ടി വരും. അവസാനം പിണറായി കൂട്ടിലേറ്റേണ്ടി വരും. അതിന് പിണറായി തന്നെ തൂക്കിലേറ്റുന്ന വിധത്തിൽ ചോദ്യങ്ങൾ വരും. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് 400 പേരെ 500 പേരെ മരിച്ചിട്ടുള്ളൂ എന്ന് കണക്ക് പറയുന്നത് എന്നാണ് പി.ടി. ജോൺ പറയുന്നത്. നമുക്ക് പി.ടി. ജോണിന്റെ വാക്കുകളിലേക്ക് പോകാം. ഈ മേപ്പാടി ദുരന്തത്തില് ഗവൺമെന്റ് കണക്ക് പ്രകാരം ഇപ്പം ടോട്ടൽ 250-260 പേരെ കണക്കിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ 160 പേരിട്ടുണ്ടെന്ന് പറയുമ്പോൾ 450 അടുത്ത് അവർ പറയുന്നത്, 500 പോലും പറയുന്നില്ല, മിസ്സിംഗ് ഉൾപ്പെടെ. അതെ, മിസ്സിംഗ് ഉൾപ്പെടെ 500ഓളമാണ് അവർ പറയുന്നത്. അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ലെന്നോ. മിസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹാപോഹ അല്ലാതെ കൃത്യമായ ഒരു കണക്കൂല്ല. കൃത്യമായ കണക്കുണ്ടാവണമെങ്കിൽ ഇപ്പൊ ആകെ റേഷൻ ഷാപ്പുകാരൻ്റെ അടുത്ത് നോക്കിയാൽ റേഷൻ കാർഡിൽ ഉള്ള ആളുകളുടെ എണ്ണം കിട്ടും. മുണ്ടക്കയിൽ 1254 ഉണ്ട്. ആ റേഷൻ കാർഡിലുള്ള ആളുകൾ എല്ലാവരും അവിടെ ഉണ്ടായിക്കോളന്നില്ല. അവര് പല സ്ഥലത്തും പണിക്ക് പോകുന്നവരാവാം. ഇപ്പൊ പഴയതുപോലെയല്ലോ, കുട്ടികളൊക്കെ പലരും പല രാജ്യത്ത് പല നാട്ടില് ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ജോലിക്ക് പോകുന്നവരല്ലേ. അപ്പൊ ആ റേഷൻ കാർഡിലുള്ളവർ മുഴുവൻ അവിടെ ഉണ്ടായിക്കോളുന്നില്ല. അവർ മുഴുവൻ മരിച്ചിട്ടുണ്ടോ മിസ് ചെയ്തിട്ടുണ്ടോ പറയാൻ പറ്റില്ല. രണ്ടാമത്തെ, അവിടെ ഈ ലൈസൻസ് ഇല്ലാതെ കൊടുത്തിട്ടുള്ള ഹോം സ്റ്റേകളും റിസോർട്ടുകളും
അത് എണ്ണമറ്റതുണ്ട്. ഉം. അവിടെയൊക്കെ ആരൊക്കെയാ താമസിച്ചിരുന്നത്, എവിടുന്ന് വന്ന് അവിടെ താമസിച്ചിരുന്നത് എന്നൊന്നും ആർക്കും ഒരു പിടിയില്ല. ഉം. ഏ? ഉം. ഞാൻ വലിയ റിസോർട്ടുകളുടെ കാര്യമല്ല, ഹോം സ്റ്റേകളുടെ കാര്യമാണ് പറഞ്ഞത്. ഉം. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഈ ഹോം സ്റ്റേകളിലാണല്ലോ. അത് 2000 റുപ്യ 2500 റുപ്യക്ക് താമസിക്കാൻ കിട്ടുന്ന സാധനം ഡെയിലി. ഡെയിലി. വലിയ റിസോർട്ടിലൊക്കെ ആകുമ്പോൾ 5ഉം 10ഉം 15ഉം ഒക്കെ വാങ്ങിക്കില്ല അവര്. അത്തരം ഹോം സ്റ്റേകളിൽ താമസിച്ചിരുന്ന 2 ഡോക്ടർമാര് പോയതാണ് നമ്മൾ ആ കിട്ടിയ വിവരം. ഒറീസ. അതുപോലെ എത്ര പേർ പോയിട്ടുണ്ടാവും അറിയില്ല. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കുറെ പേര് പാടികളിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു, അയറ്റുകളൊക്കെ പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ അവർക്ക് ഒരു ഡാറ്റ ഇല്ല. അവര് അന്നന്ന് പണിയെടുത്താൽ ആ പണിയെടുക്കുന്ന ആളുകളുടെ കൂലി കൊടുക്കുക, ആ കൂലി മേടിച്ച് പോകുന്ന തരം ഒരു കങ്കാണി, പഴയ കങ്കാണിയേക്കാൾ കഷ്ടത്തിലാണല്ലോ അവരുടെ ജീവിതം. അവരുടെ ഒരു രേഖയും എസ്റ്റേറ്റുകാർ വെച്ചോണ്ടിരിക്കില്ല. കാരണം നിയമം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത്ര ദിവസം എസ്റ്റേറ്റിൽ പണിയെടുത്തു എന്നുള്ള രേഖ വന്നു കഴിഞ്ഞാൽ അവർക്കും വേണമെങ്കിൽ ക്ലെയിം ചെയ്യാലോ സ്ഥിരം തൊഴില്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇവര് ഡാറ്റ വെക്കൂല. വോട്ടേഴ്സ് ലിസ്റ്റ് ലാസ്റ്റ് വന്ന ഇലക്ഷന്റെ വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് 2 വാർഡുകളിലെയും 2 വാർഡിന്റെയും കിട്ടിയിട്ടുണ്ട്. അത് പ്രകാരം 1400ഓളം ഉണ്ട് ഇവിടെ ചൂരൽമലയിൽ. മറ്റേ 1800ഓളം പേരാണ്. പിന്നെ കുട്ടികളുണ്ടല്ലോ, കുട്ടികൾ എന്ന് പറയും 1800 പേരുണ്ടോ? 1400 ചൂരൽമലയില്. മുണ്ടക്കയില് 800 പേര്, 815 പേര്. അപ്പൊ 2200 പേര് വോട്ടർമാര്. പിന്നെ കുട്ടികളുണ്ടല്ലോ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സുള്ളതെന്ന് പറയുമ്പോൾ ഏകദേശം എങ്ങനെയായാലും ഒരു 1000 പേര്, 1200 പേരുണ്ടാവും 2 സ്ഥലത്തും കൂടെ. ഇതില് മുണ്ടക്കയില് 30 വീട് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പിന്നെ 150 പേരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു മദ്രസയെ കയറ്റിയിട്ട് തലേ ദിവസം. ബാക്കി എല്ലാരും മരിച്ചുപോയി, എല്ലാരും ഒഴുകിപ്പോയി എന്നാണ് പറഞ്ഞത്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ 2 സ്ഥലത്തും കൂടെ ഒരു 1500 പേരുണ്ടാവുന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. 750 കണക്കൂട്ടാന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മിനിമം ഒരു 2000 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. 2000 പേരിൽ ഇവർ ഈ പറയുന്ന കണക്കിൽപ്പെടാത്ത മുഴുവൻ ആളുകളും അറബിക്കടലിലെത്തി. അതെന്താ കാര്യം വെച്ചാല് ഈ നമ്മളെ പിന്നെ വെള്ളച്ചാട്ടമുണ്ടല്ലോ, സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെ ഒരു ബോഡി താഴേക്ക് എത്തണമെങ്കിൽ ഒരു 100 കല്ലിന്റെ മുകളിലെങ്കിലും കട അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടല്ലാതെ താഴെ എത്താൻ പറ്റില്ല. ആ അടിയിലാണ് ഈ ശരീരങ്ങൾ മുഴുവൻ കഷ്ണം മുറിഞ്ഞു പോയിട്ടുള്ളത്. ആ കഷ്ണം മുറിഞ്ഞു പോയ ഭാഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞ് കിടന്നിരുന്നതാണ് ഇപ്പോ ഈ രക്ഷാദൗത്യ സംഘത്തിന് കൈ കിട്ടിയ കഷ്ണങ്ങൾ. അത് ഒരു ബോഡിയും നേരെ കിട്ടിയിട്ടില്ലല്ലോ, ഒക്കെ കഷ്ണങ്ങളല്ലേ കിട്ടിയത്. ഈ മുകളിൽ മുണ്ടക്കൈ ഭാഗത്ത് പൊട്ടിയതൊക്കെ തന്നെ സൂചിപ്പാറ വഴിയാണോ വന്നത്? സൂചിപ്പാറ വഴി അറബിക്കടലിൽ എത്തുക അല്ലാതെ വേറെ വഴിയില്ല, വേറെ എങ്ങോട്ടും പോകില്ല. ഈ പുഴയുടെ എക്സാക്ട് പേരെന്താ? ഈ കള്ളാടിപ്പുഴ. എങ്ങനെ? അങ്ങാടിപ്പുഴ, കള്ളാടിപ്പുഴ താഴെ എത്തുമ്പോഴാണ് അത് കള്ളാടിയാവുന്നത്. മുണ്ടക്കൈയുടെ മേലെ നിന്ന് പുറപ്പെടുന്ന ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനാണത്. ഇത് വരുന്നത് ചാലിയാറിന്റെ ഉത്ഭവമാണ്. ഈ സ്ഥലത്തു നിന്നാണ് ചാലിയാർ പുഴ സ്റ്റാർട്ട് തുടങ്ങുന്നത്. പക്ഷെ പിന്നെ പലതും അതിന്റെ കൂടെ ചേർന്ന് വലുതാവുക ചെയ്യുന്നത്. നമ്മളെ കബനിയിലേക്ക് ഞാൻ പറഞ്ഞുതരാം. വയനാട്ടിൽ ഈ ഒരു പുഴ ഒഴിച്ച് ബാക്കി എല്ലാ പുഴകളും കബനിയിൽ ചെന്ന് ചേരുന്നതാണ്. മാനന്തവാടി പുഴ, പനമരം പുഴ, വൈത്തിരിപ്പുഴ, കണ്ണാരം പുഴ, അങ്ങനെയുള്ള പാപനാശിനി പുറപ്പെടുന്നത് ഇതെല്ലാം വന്ന് കബനിയിൽ ചേരുകയാണ്. കബനിയിൽ ചേർന്നാൽ ഒരിക്കലും കബനി നേരെ അറബിക്കടലിലേക്ക് പോണില്ല. കബനി വയനാട് കൂടെ ഒഴുകി അത് കാവേരിയിലേക്കാണ് എത്തുന്നത്. ആ കാവേരിയിൽ എത്തുന്നതിന് മുമ്പ് വയനാടിന്റെ അതിർത്തി കഴിയുമ്പോൾ
കർണാടകക്കാര് ബീച്ചനഹള്ളി ഡാം എന്ന് പറഞ്ഞ ഒരു ഡാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉം, 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 അപ്പൊ ഈ കബനിയിലൂടെ ചെല്ലുന്ന വെള്ളം മുഴുവൻ ബീച്ചനഹള്ളി ഡാമിൽ സ്റ്റോർ ചെയ്യപ്പെടുക. ഉം, ഉം, അപ്പൊ അവിടെ എവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായാലും ഈ ബോഡി ആ ബീച്ചനഹള്ളി ഡാം വരെ എത്തുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. ഉം, 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 അത് മനസ്സിലായോ? ഉം, ഉം, നേരെ മറിച്ച് ഈ മുണ്ടക്കൈയുടെ മുകളിൽ നിന്ന് പുറപ്പെടുന്ന ഈ ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനം, ഉം, അത് അവിടുന്ന് പുറപ്പെട്ട് ഇപ്പുറത്ത് താഴെ കള്ളാടി എത്തുമ്പോഴത്തേക്ക് അത് കള്ളാടിപ്പുഴയായി, ഉം, അത് സൂചിപ്പാറ വഴി അങ്ങനെ മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലിലേക്ക് എത്തുന്നു. ഉം, ഉം, ഇതിന്റെ നേരെ താഴെ ഭാഗമാണ് പോത്തുകല്ല്, അപ്പുറത്തെ സൈഡ് ഉം. നിലമ്പൂര് അകമ്പാടം. നിലമ്പൂർ പോത്തുകല്ല്. ഉം. അങ്ങനെ ആ വഴി അതിങ്ങനെ രാത്രി 1 മണിക്കാണുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് പറഞ്ഞു ആദ്യം. ആ അപ്പം രാത്രി രാത്രി ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴത്തേക്ക് തന്നെ ചാലിയാറിലൂടെ ഒഴുകി പോകുന്ന ഡെഡ് ബോഡി എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അമ്മാതിരി വെള്ളല്ലേ കുതിച്ചു പായുന്ന, അത് മിനിറ്റുകൾക്കുള്ളിൽ ചാലിയാറ് പോത്തുകല്ല് കടന്നു പോവില്ലേ? പിന്നെ അമ്മാതിരി ഒഴുക്കല്ലേ. അപ്പൊ ഈ പറയുന്ന 10,000-2000 പേരുടെ ബോഡികൾ കംപ്ലീറ്റ് അടിച്ചു പോയിട്ടുണ്ടാവും. എവിടെയെങ്കിലും തട്ടി നിൽക്കുന്ന കഷ്ണങ്ങളോ ബോഡികളോ മാത്രമേ ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതും 2-3 ദിവസം കഴിഞ്ഞിട്ടില്ലേ കിട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ. ആദ്യമൊന്നും അവിടെ നിന്ന് തപ്പാൻ പോയിട്ടില്ലല്ലോ. ഈ പറഞ്ഞ പോത്തുകല്ലിലും അല്ല, പോത്തുകല്ല് പിറ്റേ ദിവസം രാവിലെ 6:45 ആദ്യത്തെ ബോഡി കിട്ടിയിട്ടുണ്ട്. അവിടെ മുതലാണ് തുടങ്ങുന്നത്. അതെ, രാത്രി തന്നെ ഒഴുകിപ്പോയത് കുതിച്ചു പായിരുന്നല്ലോ ആ സമയത്ത്. ആണ്. അത് മുഴുവൻ അറബിക്കടലിലെത്തും. തടഞ്ഞു നിൽക്കാത്ത ബോഡി മുഴുവൻ അറബിക്കടലിലെത്തും. മണ്ണിനിടയിൽ പെട്ടവർ അവിടെ കിടന്നിട്ടുണ്ടാവും. മണ്ണിനിടയിൽ പെടാതെ പോയത്, മണ്ണിനോടൊപ്പം ഒലിച്ചു പോയ ബോഡികൾ മുഴുവൻ അറബിക്കടലിലെത്തി. ഇതാണ് സംഭവം. എന്താ ഗവൺമെന്റ് ഈ കള്ളക്കണക്ക് കാണിക്കുന്നിട്ട്? അവരിതിന്റെ ഈ നിജസ്ഥിതി പറയുമ്പോ അതിന്റെ വോളിയം കൂടുന്നോണ്ടായിരിക്കും. അത്രയും ഉണ്ടാവും എന്നുവെച്ചാല്. അല്ലെങ്കിൽ ഈ മനുഷ്യരെവിടെ? നിങ്ങൾ ഈ മനുഷ്യരെ കാണിച്ചു തരണ്ടേ? അല്ല, തലേ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ കണക്കാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. തലേ ദിവസം വരെ ഉണ്ടായിരുന്ന എത്ര പേരെ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ആവറേജ് 2000 പേര് തന്നെ മുണ്ടക്കൈ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതില് 300 പേരെ മാത്രമാണ് രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ പൊട്ടാതിരിക്കുകയോ ചെയ്ത ഭാഗം. 30 വീട് പ്ലസ് അപ്പുറത്ത് ഒരു 150 പേരെ തലേദിവസം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും പോയി. അവിടെ ഒരു ചുരുങ്ങിയ 100 വീടങ്ങളിൽ നമ്പർ ഇടാത്തുണ്ട്. അപ്പൊ 1500 ആളെങ്കിലും പോയി. പിന്നെ ഇവിടെ ചൂരൽമലയിലും അതേപോലെ പോയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ കള്ളക്കണക്ക് കാണിക്കുന്നതാണ് എന്റെ ഒരു ചോദ്യം. കള്ളക്കണക്കായിട്ടല്ല, അവരിതിന്റെ വോളിയം കുറച്ച് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. അതെ, യഥാർത്ഥ ആളുകളെ കംപ്ലീറ്റ് മരിച്ച ആപ്പടങ്ങി കുറച്ച് 150 പേരും കൂടെ കാണാനുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേ മൊത്തം വിഡ്ഢികളാക്കല്ലേ ജനങ്ങളെ. അത് ശരിയല്ലല്ലോ. മരിച്ച ആൾക്കാർ എന്നെ ഡിക്ലെയർ ചെയ്യണ്ടേ? അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തല്ലേ? പകരം അത് പൂഴ്ത്തി വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ചോദിക്കാൻ കാരണം. എന്തുകൊണ്ടായിരിക്കാം പൂഴ്ത്തി വെക്കുന്നത്? മനുഷ്യരുടെ ജീവൻ അധികം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴാണല്ലോ ഇവരുടെ രക്ഷാ ദൗത്യം ഭംഗിയായി നടന്നു തെളിയുക. ഒരു പിണ്ണാക്ക് രക്ഷാദക്ഷവുമില്ല. മരിച്ചവരുടെ ബോഡി അല്ലാതെ ജീവനോടെ എടുക്കാൻ ആരെയും ഇവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയിട്ടുണ്ടോ? ഇല്ല. തലേ ദിവസം നാട്ടുകാർ മാറ്റിപ്പാർപ്പിച്ചതല്ലാതെ സർക്കാർ മാറ്റിപ്പാർപ്പിച്ചത് വല്ലതും ഉണ്ടോ അവിടെ?